ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2099. ഇന്ന് സെപ്റ്റംബർ മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 272-ാമത്തെ ദിവസത്തിലെത്തി. നമ്മൾ ഓരോരുത്തരെയും കൂടുതൽ ഭാരപ്പെടുത്തുന്നത് ചെയ്തുപോയ തിന്മകളാണോ അതോ ചെയ്യാതെ പോയ നന്മകളാണ്? സംശയം എന്തിനാണ്? ചെയ്തുപോയ തിന്മകൾ തന്നെയാണ്. എല്ലാവരെയും ഒന്നും ഭാരപ്പെടുത്തുന്നില്ലെങ്കിലും ആത്മബോധമുള്ളവരെ, പശ്ചാത്താപമുള്ളവരെ തീർച്ചയായും ചെയ്തുപോയ തിന്മകൾ, ഇടർച്ചകൾ ഭാരപ്പെടുത്തുന്നുണ്ടാവാം. നല്ലതാണ്. അത്തരം ഭാരങ്ങളും അവയെ നമ്മൾ അതിജീവിക്കുമ്പോഴും എപ്പോഴെങ്കിലും നമുക്കൊരു മനസ്സിനകത്തൊരു കൊളുത്തിപ്പിടുത്തം ഉണ്ടാവുന്നുണ്ടോ? ചെയ്യാമായിരുന്ന, എന്നാൽ എന്റെ അലംഭാവം കൊണ്ടും അലസത കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഞാൻ അവഗണിച്ചു കളഞ്ഞു ചെയ്യാതെ പോയ നന്മകളെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. പാപങ്ങളുടെ പട്ടികയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്തുപോയ തിന്മകളുടെ ആ പട്ടിക എഴുതുന്നതിനേക്കാളും മുമ്പ് ചെയ്യാതെ പോയ നന്മകളെ നമ്മൾ ഒന്നുകൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. എന്തുമാത്രം നന്മകൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു, അതിന് തക്ക വിഭവങ്ങളുണ്ടായിരുന്നു. അവരെന്റെയും തിന്മകൾ കാണാനും കണ്ടെത്താനുമാണ് കൂടുതൽ നമുക്ക് ശ്രദ്ധയും താല്പര്യമൊക്കെ. അവന്റെ ഉള്ളിലെ നന്മ നമ്മൾ പരിഗണിക്കാതെ പോകുന്നുണ്ട്. അവഗണിച്ചും അവഹേളിച്ചും ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുന്നുണ്ട്. അവനവന്റെ ജീവിതത്തിൽ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ക്രൂര ഫലിതം. എന്താണ്? അവനവനിലെ ചെയ്യാമായിരുന്ന നന്മകളെ നമ്മൾ ഇതുവരെയും ഒന്ന് പരിഗണിച്ചിട്ട് പോലുമില്ല. വിശുദ്ധനായ യാക്കോസ്ലീഹ തന്റെ ചെറു ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ചെയ്യാമായിരുന്ന, ചെയ്യാൻ പറ്റുമായിരുന്ന എന്തൊക്കെയോ കാരണങ്ങളാൽ ചെയ്യാതെ പോയ നന്മകൾ, അതിനെ ഓർത്തൊന്ന് ഭാരപ്പെടണ്ടേ? നന്മ ചിലർ ചെയ്യുന്നുണ്ട്, അത് മിക്കവാറും നിവൃത്തികേട് കൊണ്ടാണ്. അതും അറിയില്ല. നിവൃത്തികേട് കൊണ്ട് ചില സൽപ്രവർത്തികളൊക്കെ ചെയ്യേണ്ടി വരുന്ന മനുഷ്യരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അതിനോട് ചേർന്നു പോകുന്ന ഒരു മനോഭാവമൊന്നും ഉണ്ടാവണമെന്നില്ല. ചെയ്യാതിരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിലല്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. ചെയ്താല് ഒട്ടും ശ്രദ്ധിക്കപ്പെടില്ല എന്ന് തീർച്ചയുള്ളപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ സ്വയം നിർബന്ധിക്കപ്പെടേണ്ടേ? അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ നന്മയ്ക്ക് കുറെ കൂടി വളരാനായിട്ട്, പ്രകാശിക്കാനായിട്ട് അവസരം കൊടുക്കേണ്ടേ? നമ്മളുടെ ഹൃദയം എവിടെയാണ്, നിക്ഷേപം എവിടെയാണോ അവിടെയാണ്. നമ്മളുടെ നിക്ഷേപം എവിടെയാണ്, നമ്മളുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ്. അതുകൊണ്ട് തന്നെ നന്മയുള്ള മനുഷ്യരായിട്ട്, നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യരായിട്ട്, നന്മ കണ്ടെത്തുന്ന മനുഷ്യരായിട്ട് നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താം. ആമേൻ.